ഈ ചെടി ഒരു ലീഫ് ആന്തൂറിയം. പക്ഷേ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ വിത്തിൽ നിന്നും തൈയാക്കി എടുക്കാം, പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്നും നമുക്ക് തൈയാക്കി എടുക്കാം. ഞാൻ ചുവട്ടിൽ നിന്ന് കട്ട് ചെയ്ത് തൈയാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയെന്ന്. ഞാൻ ആദ്യം ഇതുപോലെ ഒരു ചെടി വളർത്തി, ഒരിക്കലും എനിക്ക് തൈ വന്നില്ല. അപ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു. ഇതിൽ നിന്ന് ഒരു തൈ എങ്ങനെ എടുക്കണമെന്ന്. അപ്പോൾ അതിനെ പന്നി വന്ന് കിളച്ച് അതിനെ കടിച്ച് നറുക്കിയിട്ട്, പിന്നെ ഞാൻ അതിനെ എടുത്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി, നമ്മൾ ചേനയൊക്കെ നടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യൂലേ, അതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഞാൻ നട്ടു വെച്ചപ്പോൾ അതെല്ലാം മുളച്ച് വന്നു. അതുകൊണ്ട് അതേ മെത്തേഡിൽ ഇതിനെ ഞാൻ കട്ട് ചെയ്ത്, ഇതിൻ്റെ ചുവട് കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച് അതിപ്പോൾ മുളച്ച് നിൽക്കണം. അത് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഇതിൽ നിന്ന് 2 തൈ വരുന്നു. ഒരു ചുവട് അത് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ച്. ഇത് കണ്ടോ, അതിൽ 2 തൈ വരുന്നു. ഇത് കണ്ടോ, ഇതൊരു തൈ, ഇവിടെ ഒരു തൈ പോലെ ഇരിക്കണം, അതും തൈ തന്നെ. അങ്ങനെ ഇപ്പോൾ 4ൽ നിന്ന് 1 2 3 4 5 തൈ വന്നു. ഇതുപോലെ നിങ്ങൾക്ക് വയസ്സായ ചെടി നിൽപ്പുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തൈയാക്കി വയ്ക്കാം. കുഞ്ഞു ഇതിനെ ഇപ്പോൾ 2ആയിട്ടോ 4ആയിട്ടോ കൂടെ ഇങ്ങനെ കുറുക്കെ കീറിയിട്ട് വെച്ചാലും അതിൽ നിന്ന് മുളച്ച് വരും. പക്ഷേ ശകലം നടുമ്പോൾ ശകലം കരി ഉരച്ചിട്ട് അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോഴും നമുക്ക് പുതിയ തൈ കിട്ടും. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.